ആസ്ട്രോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ്സിന്റെ വീഡിയോ ആണ്. ഇപ്പോൾ കേരളത്തിൽ BSc നഴ്സിംഗ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇതുവരെയായി നീറ്റ് എക്സാം അതുപോലെ തന്നെ എൻട്രൻസ് എക്സാം എഴുതണം എന്നുള്ള കാര്യത്തിൽ ഒരു അപ്ഡേറ്റ്സും വന്നിട്ടില്ല. ഇപ്പോൾ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് മുൻ വർഷങ്ങളിലെ പോലെ തന്നെ +2 മാർക്കിനെ ബേസ് ചെയ്ത് അലോട്ട്മെന്റ് പ്രോസസ്സിൽ അപ്ലൈ ചെയ്ത് BSc നഴ്സിംഗിന് അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ BSc നഴ്സിംഗുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ വല്ലതും നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നീറ്റ് എക്സാം MBBS അതുപോലെ തന്നെ BSc നഴ്സിംഗ് കേരളത്തിന് പുറത്ത് മറ്റു മെഡിക്കൽ കോഴ്സുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഏപ്രിൽ 6 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കേരളത്തിൽ മെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 15% ഓൾ ഇന്ത്യ കോട്ട ഒഴിച്ച് ബാക്കി വരുന്ന സീറ്റുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരള എൻട്രൻസ് എക്സാമിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ലിങ്ക് ലഭ്യമായിട്ടില്ല, അടുത്ത ദിവസങ്ങളായി തന്നെ അത് ലഭ്യമാവും. കേരള എൻട്രൻസ് എക്സാമിന്റെ വെബ്സൈറ്റ് ലിങ്ക് ലഭ്യമായ ഉടനെ തന്നെ വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ കോളേജുകളിൽ മെഡിക്കൽ കോഴ്സുകൾക്ക് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ കേരളത്തിന്റെ ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നീറ്റ് സ്കോർ പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങളുടെ നീറ്റ് സ്കോർ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെ അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുക. പിന്നീട് കേരളത്തിൽ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ എൻട്രൻസ് എക്സാമിന്റെ വെബ്സൈറ്റിൽ ലിങ്ക് ലഭ്യമായാൽ അതിൽ രജിസ്റ്റർ ചെയ്യുക. കേരളത്തിന് പുറത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നീറ്റ് എക്സാമിനെ ബേസ് ചെയ്തായിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക. ഇപ്പോൾ +2 എക്സാമിന് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഹോൾ ടിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. മെയ് മാസം 7 നടക്കുന്ന നീറ്റ് എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ലൈവ് ഡെമോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നീറ്റ് എക്സാം അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അറിയാൻ സാധിക്കും. ഇപ്പോൾ നീറ്റിന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡ് അതുപോലെ തന്നെ എക്സാം സെന്റർ ഒക്കെ പിന്നീട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നീറ്റ് എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമായ രേഖകൾ +2 പാസ്സായ വിദ്യാർത്ഥികൾ +2 സർട്ടിഫിക്കറ്റ് കരുതുക. ഇപ്പോൾ എക്സാമിന് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഹോൾ ടിക്കറ്റ് കരുതുക. അതുപോലെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമാണ്. പിന്നീട് നമ്മുടെ സിഗ്നേച്ചർ ആവശ്യമാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ അടിയിലായി നമ്മുടെ പേര് കൊടുക്കുക. അതുപോലെ തന്നെ ഡേറ്റ്, ഫോട്ടോ എടുത്ത ഡേറ്റ് കൊടുക്കുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ അതുപോലെ തമ്പ് ഇംപ്രഷൻ, SSLC ബുക്ക് ഇത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ജനറൽ വിഭാഗം 1700, SC/ST കാറ്റഗറി 1000 രൂപ എന്നിങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഫീ. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുകളുമായി പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യും. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.